നമസ്കാരം. ആദ്യമായിട്ട് തന്നെ 200 DMAയിൽ താഴെയുള്ള, അതായത് മൂവിങ് ഡിസ്പ്ലേസ്മെൻറ്റ് മൂവിങ് ആവറേജ് 200 താഴെയുള്ള കുറച്ച് നല്ല സ്റ്റോക്കുകളെ പറ്റി, കുറച്ച് നല്ല 3 സ്റ്റോക്കുകളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നതുള്ളത്. ആദ്യമായിട്ട് തന്നെ നമ്മൾ ഏഷ്യൻ പെയിൻറ്റ്സ് എന്നുള്ള കമ്പനിയിലോട്ട് പോവുകയാണ്. ഏഷ്യൻ പെയിൻറ്റ്സ് നമുക്കെല്ലാവർക്കും അറിയാം, പെയിൻറ്റ് ആൻഡ് വാർണിഷ് എന്നുള്ള സെക്ടറിലെ അധികായന്മാരാണ്. ആ ഒരു സെഗ്മെൻറ്റിലെ ഫസ്റ്റ് കമ്പനിയാണ്. അതുമാത്രമല്ല നിഫ്റ്റി 50-യിലെ അംഗമാണ്. അവരുടെ ഒരു മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ നമുക്കറിയാവുന്നതാണ്. മാർക്കറ്റ് ക്യാപ്പ് 2,82,978 കോടി രൂപയാണ്. ഈ ഒരു എന്തുകൊണ്ടാണ് ഈ ഷെയറിനെ പറ്റി ഇപ്പോൾ പറയണതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു ആവറേജ്, ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു വർഷത്തെ ഒരു മൂവിങ് ആവറേജ് നോക്കുകയാണെങ്കിൽ ഇത് ഏകദേശം 3,400 വന്നതിന് ശേഷം താഴോട്ട് വന്നിട്ട് കഴിഞ്ഞൊരു 6 മാസമായിട്ട് ഇത് ഡൗൺ ആയിട്ടിരിക്കുന്നൊരു സ്റ്റോക്കാണ്. ഇപ്പോൾ 2,950 രൂപയ്ക്ക് നമുക്ക് ഈ സ്റ്റോക്ക് കിട്ടുന്നതാണ്. ഇതിൻ്റെ ജസ്റ്റ് ഒരു ഫണ്ടമെൻ്റലി വളരെ ഹെവി ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. ഫണ്ടമെൻ്റൽ മാത്രം നമുക്ക് നോക്കുകയാണെങ്കിൽ കറണ്ട് പ്രൈസ് 2,950 ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് കഴിഞ്ഞൊരു ഹൈ ആയിട്ട് വന്നിരുന്നത് 3,423 ആണ്. അതിന്ന് ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡൗൺ ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് ഇതുള്ളത്. ഇനി ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നോക്കേണ്ട കാര്യങ്ങൾ, ROC റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് 37.5% ആണ്. റിട്ടേൺ ഓഫ് ഇക്വിറ്റി 31.4 ആണ്. ഇത് രണ്ടും തന്നെ 30+ ഉണ്ടാവുക എന്ന് പറയുന്നത് ഹെവി ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസാണ്. ഒരിക്കലും ഒരു ക്രാഷോ മറ്റോ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിക്കാനായിട്ട് ഒരിക്കലും ചാൻസ് ഇല്ലാത്ത കമ്പനികൾക്കാണ് ഇത്രയും ഹെവി ആയിട്ടുള്ള ഇതുണ്ടാവുന്നത്. ഇനി അതിൻ്റെ ജസ്റ്റ് അടുത്ത നോക്കേണ്ട പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ്. ഇതിൻ്റെ ഓണേഴ്സിൻ്റെ കയ്യിൽ തന്നെയാണ് ഇതിൻ്റെ 52.6% ഓഫ് സ്റ്റേക്സ് ഉള്ളത്. അതായത് ഇത്തരത്തിലുള്ള കമ്പനികൾ ഹെവി സ്ട്രോങ് ആണെന്ന് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല. ഏണിംഗ് പെർ ഷെയർ 53 ആണ്. ഇതിനടുത്തുള്ളത് പ്ലെഡ്ജ് പെർസെൻറ്റേജ്, ഇവർ സ്റ്റോക്കുകൾ വെച്ചിട്ട് ഇവിടെ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അത് 7% നോട്ട്സ്. അതൊരു വലിയൊരു കാര്യമല്ല. കറൻ്റ്ലി പിന്നെ എന്താ പറയുക, നമുക്ക് നല്ലൊരു സ്റ്റോക്കിനുള്ള സിമ്പിൾസ് തന്നെയാണ്. ഇനി ഇതിൻ്റെ ഒരു ഇത് നോക്കുക. കഴിഞ്ഞ ഒരു 1 ഇയറിലെ പെർസെൻറ്റേജ് നോക്കൂ. ഇവിടെ നിന്നതിന് ശേഷം താഴോട്ട് വന്ന് ഇപ്പോൾ ഇവിടെ ഏകദേശം 2,900 ഉണ്ടാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഒരു മാക്സിമം 3 ഇയേഴ്സ് പോയി നോക്കിയാലോ, അല്ലെങ്കിൽ 5 ഇയേഴ്സ് പോയി നോക്കിയാലോ. 3 ഇയേഴ്സ് പോയി നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇതിന് ഹൈ ആയി, പിന്നെ അതിന് ശേഷം ഡൗൺ ആയി, പിന്നെ ഹൈ ആയി, പിന്നെ അതിന് ശേഷം ഡൗൺ ആയി, ഹൈ ആയി, ഡൗൺ ആയി, പിന്നെ ഓൾമോസ്റ്റ് ഡൗൺ ആയി. ദാറ്റ് മീൻസ് 3 ഇയർ തന്നെ എപ്പോഴാണോ ഇത് ഡൗൺ ആവുന്നത് അതിന് കുറച്ച് മുമ്പ് കഴിഞ്ഞാൽ തന്നെ ഇത് ഹൈ ആവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല. അപ്പോൾ ഇതിപ്പോൾ ഡൗൺ ആയിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഹൈ ആയിട്ട് കുറച്ചുകൂടെ സ്റ്റോക്സ് ഹൈ ആവാനും, അതുപോലെ ഒരു 20% മിനിമം നമുക്കൊരു അതിന് പ്രോഫിറ്റ് കിട്ടാനും വളരെയധികം സുഖകരമാണ്. ഇനി ഇതിൻ്റെ മാക്സിമം ഷെയർസിന് പോയി നോക്കി തന്നെ അറിയാൻ പറ്റും. 2006 39 റുപ്പീസിന് ഇതിങ്ങനെ ഹൈ ആയിട്ട് ഇവിടെ വന്നിട്ടാണ് ഇപ്പോൾ നമുക്ക് 3,000 അടുത്ത് സ്റ്റോക്സ് ഉള്ളത്. ഇനി ഈ ഒരു റേഞ്ചിൽ തന്നെ നോക്കും നിങ്ങൾ. 2022 ശേഷം തന്നെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ജസ്റ്റ് ഒരു ഹൈ ആൻഡ് ലോ അങ്ങനത്തെ ഇത് തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരിയോയിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങുകയാണെങ്കിൽ എങ്ങനെയും ഒരു 3,500 അടുത്ത് വളരെയധികം പെട്ടെന്ന് തന്നെ 3,500 പോവുകയും നമുക്കൊരു 10% ഈസി ആയിട്ട് നമുക്ക് കിട്ടിയിട്ട് പിന്നെ ലോങ് ടേമിലോട്ട് വേണമെങ്കിലോ അല്ലെങ്കിൽ 20% അല്ലെങ്കിൽ 20+ ആകുമ്പോൾ നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ് നോക്കുക. ഇനി ഇതിൻ്റെ ഫണ്ടമെൻ്റൽസിന് ബാക്കി കാര്യങ്ങളോട്ട് നോക്കുക. 5 വർഷം കൊണ്ട് 20.5% CAR ഉണ്ടായിട്ടുണ്ട്. കമ്പനി ഗുഡ് റിട്ടേൺ എക്വിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു. ROC എല്ലാം ഹെവിയാണ്. അതുപോലെ കമ്പനി ഹാസ് മെയിൻറ്റെയിൻ ഹെൽത്തി ഡിവിഡൻഡ് ഫീൽഡിലൂടെ പറയുന്നുണ്ട്. ഇനി ഇത് നോക്കും നിങ്ങൾ. പെയിൻറ്റ് ആൻഡ് വാർണിഷ് സെക്ഷൻസിലെ അധികായന്മാരാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 2,82,977 കോടിയാണ്. അതിന് അടുത്തുള്ള ബർജർ പെയിൻറ്റിന് ജസ്റ്റ് 63,232 ആണെന്ന് പറയുമ്പോൾ മാത്രം നമുക്കറിയാൻ പറ്റും നമ്മുടെ ഈ ഏഷ്യൻ പെയിൻറ്റ്സ് എന്ന കമ്പനി എത്ര ഹൈ ആയിട്ട് നിൽക്കുന്ന കമ്പനിയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്.
ഇനി ഇതിൻ്റെ ക്വാർട്ടർലി റിസൾട്ട്സെല്ലാം നോക്കാമെന്നുണ്ട്. സെയിൽസ് പ്ലസ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസും ക്വാർട്ടർലി റിസൾട്ടും പ്രോഫിറ്റ് ആൻഡ് ലോസുകൾ നോക്കാം. ഓക്കെ, ഇതിൽ നോക്കുമ്പോൾ തന്നെ സെയിൽസ് ജസ്റ്റ് ലാസ്റ്റ് സെഗ്മെൻറ്റിൽ ജൂൺ ആയിട്ടുള്ള ഇതിൽ ഇവർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. ബട്ട് ഈവൻ എന്താ പറയുക, സ്വല്പം ഡൗൺ ആയിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. എക്സ്പെൻസസ് കൂടിയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡൗൺ ആയിട്ടുണ്ട്, സ്വല്പം ഡൗൺ ആയിട്ടുള്ളൂ. ബട്ട് അതുപോലെ പ്രോഫിറ്റബിൾ ബിഫോർ ടാക്സസ് ഇതായിട്ടുണ്ട്. ഇനി ഇതിൽ വേറൊരു കാര്യം നമ്മൾ നോക്കേണ്ടത്, ടാക്സ് പേയ്മെൻറ്റ് നമുക്ക് ലാസ്റ്റ് സെഗ്മെൻറ്റിൽ 24% കൊടുത്തിട്ടുള്ളൂ. അതിന് മുമ്പ് 26% കൊടുത്തിട്ടുണ്ട്. പിന്നെ നെറ്റ് പ്രോഫിറ്റ് ഇതുപോലെ തന്നെ സ്വല്പം ഡൗൺ ആയിട്ട് 170 കുറഞ്ഞിട്ടുണ്ട് മാർച്ച് 2024 ഇത്തരം കാര്യങ്ങളാണ് ഇതുള്ളത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇനി ഈ ഒരു സ്റ്റോക്സ് നമുക്ക് ഇപ്പോൾ റീസെൻ്റായിട്ട് ഇത് ഡൗൺ ആയത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ആ സ്റ്റോക്സ് ഇപ്പോഴുള്ള സ്റ്റോക്സിന് ഡൗൺ ആയത് എന്താണെന്നും ആ ഡൗൺ ആയതിൻ്റെ റീസൺസ് എന്താണെന്നും മാത്രം അറിയുകയാണെങ്കിൽ ആ റീസൺസ് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോഴുള്ള ഏഷ്യൻ പെയിൻസിൻ്റെ നമുക്ക് വെബ്സൈറ്റിലൂടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. ഇത് അവരുടെ ജസ്റ്റ് ആസ് യൂഷ്വൽ അവരുടെ വെബ്സൈറ്റ്സാണ്. ഇതിന് ശേഷം നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വൈ ഏഷ്യൻ പെയിൻസ് സ്റ്റോക്സ് ആർ ഫാളിങ്. ഏഷ്യൻ പെയിൻസിൻ്റെ സ്റ്റോക്സ് വീക്ക്നെസ് അക്രോസ് ഗ്രോത്ത്, വോളിയം, റവന്യൂ ഗ്രോത്ത് ആൻഡ് പിന്നെ EBITDA മാർജിൻസാണ്. അപ്പോൾ ഇതിലെന്താണെന്ന് ചോദിച്ചാൽ ഏർണിങ്സ് ബിഫോർ ടാക്സ് ആൻഡ് ഓൾ ദീസ് തിങ്സ് ആണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവർക്ക് ഓവർകം ചെയ്യാവുന്നതാണെന്നും ഇതാണെന്നുള്ളതിൽ കൊണ്ട് തന്നെ നമ്മൾക്ക് ഇത്രയും ഹെവി ആയിട്ടുള്ള മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയിലോട്ട് നമുക്കിതൊരു വലിയ ഓപ്പർച്യൂണിറ്റീസാണ് ഇപ്പോഴത്തെ ഒരു സന്ദർഭത്തിൽ നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് സ്റ്റോക്സിൽ പോകുന്നത് അടുത്തായിട്ടുള്ള ജസ്റ്റ് ഒരു അദാനി ടോട്ടൽ ഗ്യാസ് ഞാൻ ഒഴിവാക്കുകയാണ്. ബിക്കോസ് ഒരു ഹെവി വളൈറ്റലായിട്ടുള്ള കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ഇതിലോട്ട് പോകണം. നമ്മുടെ മാൻകൈൻഡ് ഫാർമ എന്നുള്ള കമ്പനിയിലോട്ട് പോവുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പറ്റുന്നതാണ് ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സെക്ടേഴ്സാണ്. നമുക്ക് അറിയാവുന്നതാണ് പ്രധാനമന്ത്രി മറ്റു രാജ്യങ്ങളിൽ എസ്പെഷ്യലി ഇപ്പോൾ ലാസ്റ്റായിട്ട് റഷ്യയിലായിട്ടുള്ള മുമ്പ് കോളും ക്രൂഡും എല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം സൈൻ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമന്ത്രി പ്രിഫർ ചെയ്യുന്നൊരു ഫീൽഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എയിം ചെയ്യുന്ന ഫീൽഡ് എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ സെക്ടേഴ്സാണ്. ഫാർമസ്യൂട്ടിക്കൽ സെക്ടേഴ്സ് ഹെവി ആയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മുടെ എക്സ്പോർട്ട് ചെയ്യുന്നത് പിന്നെ എന്താ പറയുക ഡെവലപ്ഡ് കൺട്രീസിലോട്ടാണ്. റഷ്യ, അമേരിക്ക, യൂറോപ്പ് അതുപോലുള്ള മറ്റ് ഓസ്ട്രേലിയ അതുപോലുള്ള എല്ലാ രാജ്യങ്ങളിലോട്ടും നമ്മളുടെ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാൻകൈൻഡ് ഫാർമ എന്തുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷൻസാണ്. ഞാൻ ഇതിൽ കാണിക്കുന്നത് തന്നെയാണ് മാൻകൈൻഡ് ഫാർമയിൽ ഉണ്ടാകുന്ന 4.13% ഡൗണായി കിടക്കുകയാണ്. അതായത് ലാസ്റ്റ് ട്രേഡ് ദിവസം ഇതിൻ്റെ സ്റ്റോക്സ് 4.13% ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് 4.1% ഡൗൺ ആയത് എന്നുള്ള റീസൺ ഒരു വട്ടം നോക്കണം. രണ്ടാമത് 4.13 താഴെ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും ഈസിയാണ്. അതിലോട്ട് ഹെവി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയും ഒരു 10% പോകും. അപ്പോൾ 10% അല്ലെങ്കിൽ 20% റൈസ് സമീപഭാവി തന്നെ ഉണ്ടാവുന്നതാണ്. ഇനി ജസ്റ്റ് ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽസിലോട്ട് പോയിട്ട് നമ്മൾ ഇതിൻ്റെ സ്റ്റോക്സിൻ്റെ കാര്യങ്ങൾ നോക്കുക. അതോടൊപ്പം തന്നെ ഇതെങ്ങനെയാണ് ഡൗൺ ആയത് എന്ന് നോക്കുക. ഈ ഡൗൺ ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റീസ് ഫണ്ടമെൻ്റൽസ് ഇവർക്കുണ്ടോ എന്ന് നോക്കുക. ഇതനുസരിച്ചിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 82,367 crore ആണ്. കറൻറ്റ് പ്രൈസ് 2,056 കോടിയാണ്.
ഇതിന് മുമ്പ് വന്നിരിക്കുന്ന ഈ ഒരു ഫിഗറാണ് നോക്കുന്നത്. 2490 ഹൈ കാണിച്ചിട്ടാണ് ഡൗൺ ആയിരിക്കുന്നത്. ദാറ്റ് മീൻസ് തിരിച്ചും 2490 അതിന് മുകളിലോട്ടും വരാനുള്ള ഒരു സാധ്യത ഈ കമ്പനിക്ക് ഉണ്ട്. അതുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു ഫിഗറിലോട്ട് ഹൈയിലോട്ട് വരികയാണെങ്കിൽ മാത്രം തന്നെ ഇതിൻ്റെ അറൗണ്ട് 20% ഹൈ നമുക്ക് കിട്ടും. അപ്പോൾ ഇപ്പോൾ സപ്പോസ് 10 ലക്ഷം രൂപയാണെങ്കിൽ 2 ലാക്ക് നമുക്ക് സമീപം ജസ്റ്റ് വിത്തിൻ മന്ത്സിൻ്റെ ഉള്ളിലോ വീക്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കിട്ടാവുന്നുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇനി ഇതിന് ROC റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിയുടെ 24.6% 20% പ്ലസ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഹെവി ആയിട്ട് നമുക്ക് വിശ്വസിക്കാവുന്ന കമ്പനികളാണ്. ROE എന്ന് പറയുന്നത് 19.7% ആണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് ഇവരുടെ ഓണറുടെ കയ്യിലാണോ ഈ സ്റ്റോക്സ് ഉള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓണറുടെ കയ്യിലാണ് ഈ സ്റ്റോക്സ് ഉള്ളത്. 74.9% ഓണേഴ്സിൻ്റെയാണ്. ഏണിംഗ് പെർ ഷെയർ 45% 5 ആണ്, 45.5 ആണ്. അതുപോലെ പ്രൈവറ്റ് പേഴ്സൻറ്റേജ് അവർ ഈ സ്റ്റോക്സും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അവർ ലോൺ എടുത്തിട്ടുണ്ടോ മറ്റു കാര്യങ്ങളാണ് നോക്കുന്നത്. 0 ആണ് കാണിക്കുന്നത്. അതും നല്ലൊരു സിമ്പിൾ തന്നെയാണ്. നെറ്റ് പ്രോഫിറ്റ് 1,823 കോടിയാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. FII ഫോറിൻ ഹോൾഡിങ് 11% ഉണ്ട്. ഫോറിൻ FII 11% ഉണ്ടാവുക എന്ന് പറയുന്നതും അവർ പിന്നെ വിശ്വസിച്ച് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. DI മ്യൂച്വൽ ഫണ്ട്സ് മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് 9.94% ആണ്. ഇനി ഇതിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ ഒരു സ്റ്റോക്ക് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ഒരു മാസത്തെ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്ക്. ഇതിൽ 25 ജൂലൈയിൽ 21,144 ഉണ്ടായിരുന്നത് 26 ജൂലൈയിലോടെ 2055 എന്നുള്ള ഒരു സ്റ്റീപ്പായിട്ട് ഡൗൺ ആയിട്ട് വന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റീസൺസ് എന്താണെന്ന് നോക്കുന്നത്. ഇനി 1 ഇയർ നോക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും ഹൈ ആയിട്ട് 2000 അറൗണ്ട് 2400 എന്ന് വന്നിട്ടാണ് ഇതുപോലെ ഡൗൺ ആയിരിക്കുന്നത്. ഈ ഡൗൺ ആയിരിക്കുന്ന ഒരു സാധനം ഇനി അടുത്തത് ഇതുപോലെ തന്നെ വളരെ റീസെൻ്റായിട്ട് മുകളിലോട്ട് പോകാനും നമ്മളുടെ ഇൻവെസ്റ്റ് ചെയ്തൊരു പൈസ തിരിച്ച് കിട്ടാനും അതിൻ്റെ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത നമുക്ക് കൂടുതലാണ്. ഇനി ഇതിൻ്റെ ജസ്റ്റ് ഫസ്റ്റ് എന്താ പറയുക, ഓൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ ആണ്. ഡെപ്റ്റ് ഒന്നും അവർ വാങ്ങി വെച്ചിട്ടില്ല. കമ്പനി വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഹൗ റെഡ്യൂസ്ഡ് ബൈ 44.9 to 35.4 days. ഇനി ഇതിൻ്റെ പിയർ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ സൺഫാർമയാണ് ഹെവി ആയിട്ട് ലീഡിങ് ചെയ്യുന്നത്. സൺഫാർമയിലെ 6ാമത്തെ ഒരു കമ്പനിയാണ് മാൻകൈൻ ഫാർമ. ബട്ട് ദേശി കമ്പനി എന്നൊക്കെ പറയുന്ന പോലത്തെ അതിലെ ഒരു സെക്കൻഡ് കമ്പനിയാണ് മാൻകൈൻ ഫാർമ എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. ഇനി ഇതിൻ്റെ ക്വാർട്ടർലി റിസൾട്ട്സ് അവർ മാർച്ച് വരെയാണ് അപ്ഡേറ്റ് ആയത്. ജൂൺ അവർ അപ്ഡേറ്റ് ആയിട്ടില്ല. സെയിൽസ് ഇതുപോലെ നോക്കുകയാണെങ്കിൽ 8,127 ആയിരുന്നു മാർച്ചിൽ. അത് മാർച്ച് 2024 ആകുമ്പോഴേക്ക് 900 സെയിൽസ് കൂടിയിട്ടുണ്ട്. എക്സ്പെൻസസ് കൂടിയിട്ടുണ്ട്. ബട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓൾവേസ് ഇറ്റ്സ് ഹൈ ആണ്, ഓൾവേസ് കൂടിയിട്ടുണ്ട്. പ്രോഫിറ്റ് ബിഫോർ ടാക്സസിലെ നമ്മൾക്ക് 1,563 ആയിരുന്നു മാർച്ചിലുണ്ടായിരുന്നത്. ഏറ്റവും ലാസ്റ്റ് ഇതെന്ന് വെച്ചാൽ 2,200 നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഇങ്ങനെ ഉണ്ടായിരുന്നത്. നെറ്റ് പ്രോഫിറ്റും കൂടിയിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടാക്സ് ആ ഒരു മാർച്ച് 2022 ടാക്സ് പേ ചെയ്യുന്നത് സ്വല്പം കുറച്ചിട്ടുണ്ട്. 20%, 19% ആണ് ടാക്സ് പേ ചെയ്തിട്ടിരിക്കുന്നത്. ഏണിംഗ് പെർ ഷെയർ ഹൈ ആയിട്ടുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവരുടെ റിസർവ് മാത്രം നോക്കും നിങ്ങൾ. റിസർവ് 9,584 എന്നുള്ളൊരു ഹെവി റിസർവ് അവർക്ക് ഉണ്ട്. ഈ ഹെവി റിസർവ് ഈ പറയുന്നത് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഞാനിതിന് എന്താണ് ഡൗൺ ആയതെന്നുള്ള റീസൺസ് പറയാനുള്ള ഒരു കാര്യം കൂടെ ആണ് ഇത് എന്താണെന്നുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഫണ്ടമെൻ്റലായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽസ്. ഇനി ഇതിൻ്റെ വെബ്സൈറ്റിലോട്ട് അവരെന്തൊക്കെയാണ് പറയുന്നത്, അവരുടെ വിഷൻസ് എന്താണ്, മിഷൻസ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. ഇനി ഇപ്പോൾ ഇവരുടെ ഇതാണ് അവരുടെ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ ഇവർ ജസ്റ്റ് അവകാശപ്പെടുന്നത് 23,000 എംപ്ലോയീസ് ഉണ്ട്. നമ്പർ 1 റാങ്ക് ഇൻ പ്രിസ്ക്രിപ്ഷൻസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് ഇന്ത്യയിലും പ്രിസ്ക്രൈബ് ചെയ്യുന്നതിൽ നമ്പർ 1 ആയിട്ട് അവരുടെ പ്രോഡക്റ്റ് ഉണ്ടെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ റവന്യൂ 10,335 crore ആണ് അവർ പറയുന്നത്.
ഓക്കെ, ഇനി നമ്മൾക്ക് റീസൺ എന്തുകൊണ്ടാണ് ഇതുപോലെ ഒരു സ്റ്റീപ്പ് ആയിട്ടുള്ള ഒരു ലോ ഇവിടെ വന്നത്, അതായത് 4% ഒറ്റ ദിവസം കൊണ്ട് ഡൗൺ ആയത്, അല്ലെങ്കിൽ ഒരു മെയ് ഏപ്രിലെല്ലാം 2400 നിന്ന് നമ്മുടെ ഈ ജൂലൈ ആകുമ്പോഴേക്കും ഇങ്ങനെ ഡൗൺ ആയത് എന്തുകൊണ്ടാണ്? ഈ ഡൗൺ ആയ ഒരു ഓപ്ഷൻ നമ്മൾക്ക് പ്രൈസ് ഇപ്പോൾ വാങ്ങിച്ച് വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു റീസൺസ് കൂടെയാണ്. ഇനി ഇതിൻ്റെ വൈ Mankind Pharma is falling. ഈ റീസൺസിനെ എന്താണ് മാൻകിൻ ഫാർമ ഷെയർ എന്തുകൊണ്ടാണ് ഫാൾ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഇതിൽ അവർ പറയുന്നൊരു കാര്യമാണ്. മാൻകിൻ ഫാർമ ഷെയർസ് ആർ ഡ്രോപ്ഡ് ബൈ 2.5% following the announcement of ARS rupees 13,630 crore acquisition of Bharat Serum and Vaccines. അത് ഈ BSV എന്നൊരു കമ്പനിയിൽ ഇവർ ഒരു ഹെവി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. 13,630 crore ഇപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഇൻവെസ്റ്റ് ചെയ്തൊരു എമൗണ്ട്, ഈ ഒരു എമൗണ്ട് അവർ എവിടെ നിന്ന് എടുത്തത്? സ്റ്റോക്സ് ഏതെങ്കിലും പ്ലെഡ്ജ് ചെയ്തോ മറ്റു കാര്യങ്ങളാണോ എന്നുള്ളൊരു ഡൗട്ട് കൊണ്ടാണ് ഷെയർ മാർക്കറ്റ് ഇവരുടെ കുറഞ്ഞതാണെന്നാണ് ഇവരുടെ ഇത് പറ്റിയുള്ള അനലൈസ് എല്ലാം പറയുന്നത്. ബട്ട് നമ്മളുടെ ഒരു ഇതിലെന്ന് പറയുന്നത്, ഇപ്പം ഞാനിതിനകത്ത് പറഞ്ഞു അവരുടെ റിസർവിന് ഒരു 10,000 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും റിസർവ് ഉണ്ടായിരിക്കുന്ന ഒരു കമ്പനിക്ക് 13,000 എന്ന് പറയുന്നത് ഫണ്ട് റേസ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും വളരെ ഈസിയാവും. അതുകൊണ്ട് തന്നെ അവർക്കത് അത് അധികം ബാധിക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഒരു റീസെൻറ്റ് ഡേയ്സിൻ്റെ ഉള്ളിൽ ടുമോറോ ഡേ ആഫ്റ്റർ ടുമോറോ അവരിതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും സ്റ്റോക്സ് തിരിച്ച് മുകളിലോട്ട് കയറുന്നത് തന്നെയായിരിക്കും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ മാൻകിൻ ഫാർമയും ഏഷ്യൻ പെയിൻറ്റ്സും കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് പറയുന്ന അടുത്ത കമ്പനി എന്ന് പറഞ്ഞാൽ API അപ്പോളോ ട്യൂബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. API അപ്പോളോ ട്യൂബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി ഇതുപോലെ തന്നെ നമ്മുടെ ഹൈ വന്നതിന് ശേഷം ലോ ആയിട്ട് 20% എല്ലാം ലോയിൽ കിടക്കുന്ന ഒരു കമ്പനിയാണ്. ഈ നമ്മുടെ മാർക്കറ്റ് ക്യാപ്പ് ആയാലും മറ്റു കാര്യങ്ങളും ഇന്ത്യയിലെ പ്രശസ്തമായ കമ്പനിയാണ്. ഇനി ഇതിൻ്റെ ഫണ്ടമെൻറ്റൽസിലോട്ട് നോക്കാം. APL അപ്പോളോ ട്യൂബ്സ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. APL അപ്പോളോ ട്യൂബ്സ് ലിമിറ്റഡിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 41,194 കോടിയാണ്. ഇതിൻ്റെ കറൻറ്റ് പ്രൈസ് 1,484, അതായത് 1,484 കോടിയാണ്. ഇതിൻ്റെ ഹൈ ആയിട്ട് 1,806 വന്നിട്ടുണ്ടായിരുന്നു. 6 വന്നിട്ട് ഇപ്പോൾ ഡൗൺ ആയിട്ടാണ് ഇതിലോട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അടുത്തത് ROC ഞാൻ പറഞ്ഞു 20+ എന്ന് പറഞ്ഞ ROC ഉള്ളത് ഹെവി ആയിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കമ്പനിയാണ്. പെന്നി സ്റ്റോക്സ് അതുപോലത്തെ മറ്റു കമ്പനികൾക്കൊന്നും ഒരിക്കലും പറ്റാവുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബേസിക്കുള്ള കമ്പനീസാണ് ഈ കമ്പനികൾ. ROE റിട്ടേൺ ഓഫ് എക്വിറ്റി 22.2% ആണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറച്ച് കുറവാണ്. ബട്ട് പ്രൊമോട്ടർ ഹോൾഡിംഗ് 28.3 എന്ന് പറഞ്ഞാൽ അതിൽ ജസ്റ്റ് നമ്മൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പ്രൊമോട്ടർ ഹോൾഡിങ്ങിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഷെയർ ഹോൾഡിംഗ് മാറ്റേഴ്സ് പറയുകയാണെങ്കിൽ 36 ഇപ്പോൾ ഇതിൽ ലാസ്റ്റ് നമ്പർ 28.33 പ്രൊമോട്ടർ ഹോൾഡിംഗ്, 31.55 ഫോറിൻ. ഈ ഒരു പെർസെൻറ്റേജസിന് ഇത് നോക്കുകയാണെങ്കിൽ ഈ 3% ഇവരുടെ ഇത് നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. നമുക്ക് ഇഷ്യൂസ് ഉള്ളത് ഈ പബ്ലിക് എന്നുള്ള പറഞ്ഞുള്ള സെഗ്മെൻറ്റിലാണ് ഇത് പറയുന്നത്. പബ്ലിക് എന്ന സെഗ്മെൻറ്റിൽ സാധാരണ ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ വോളറ്റൈലായിട്ടുണ്ടാവുള്ളൂ. ഈ 3 സെഗ്മെൻറ്റ്സും പ്രൊമോട്ടർ, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ അതുപോലെ DII, അതുപോലെ പബ്ലിക്കിൽ ഹൈ ആയിട്ട് കൊടുത്തിരിക്കുന്ന കിറ്റാര പിന്നും സമീർ മഹേന്ദ്ര സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഇത്രയും ആൾക്കാരുടെ ഷെയർസ് മാത്രം നോക്കുകയാണെങ്കിൽ അതിൽ നമ്മുടെ ഇത് മാത്രം 28+31 എറൗണ്ട് 60 അടുത്ത് മാത്രം വരും. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനികളെ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറവാണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി അതിൻ്റെ ഒരു നമ്മൾ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കൂ നിങ്ങൾ, ഈ ഒരു ഫിഗർ മെയ് മാസത്തിൽ 1,700 അല്ലെങ്കിൽ 1,800 അടുത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഡൗൺ ആയതാണ്. 4th ജൂണിൽ ഇത് ഡൗൺ ആയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് 14,434. 4th ജൂണിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ഇലക്ഷൻ റിസൾട്ട്സ് വന്നു. ഇലക്ഷൻ റിസൾട്ട്സിൻ്റെ വന്നിട്ടുള്ള ഹെവി ആയിട്ടൊരു വോളറ്റൈൽ വന്നതിന് ശേഷം മാർക്കറ്റ് ക്രാഷ് ആയതാണ്.
അത് ഇപ്പോൾ തന്നെ അത് കയറിയിട്ടുണ്ട്. ആ ഒരു 10 ജൂൺ ആകുമ്പോഴേക്കും തന്നെ 16 ആയത് എറൗണ്ട് 10% അവർ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ദിവസം മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 4 ജൂണിന് 1400 ഉണ്ടായിരുന്നത് ഇവിടെ 10 ജൂൺ അല്ലെങ്കിൽ 11 ജൂൺ ആകുമ്പോഴേക്കും 1600 നമ്മൾക്കൊരു 10% പ്ലസ് അല്ലെങ്കിൽ അത്രയൊക്കെ നമുക്ക് അപ്പോൾ തന്നെ കിട്ടി. ഇപ്പോൾ വന്നിരിക്കുന്നത് അന്നത്തെ മാർക്കറ്റ് ക്രാഷിലൂടെ തന്നെ ഡൗൺ അതിലേറെ താഴെയുള്ള ഒരു ഫിഗറിലോട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ആയ ഫിഗറിലോട്ടുണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫിഗേഴ്സ് വരുമ്പോൾ അത് ഇനി തിരിച്ചു കയറുകയാണ് ചെയ്യുക. അതായത് നമ്മൾ മുകളിലാവുമ്പോൾ താഴോട്ട് വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ താഴോട്ട് വന്നത് ഓൾമോസ്റ്റ് അപ്പ് ട്രെൻഡിങ് കാണിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 20% നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. ഇനി ഇവരുടെ ഒരു ജസ്റ്റ് പറയുന്നത് 37.5% ഇൻ CAGR ഇൻ 5 years. ഓക്കെ, ഇതിപ്പോൾ 1 year ആണ്. ഇനി 3 yearൽ ഇവരുടെ ഗ്രാഫ് ഓൾമോസ്റ്റ് ഇങ്ങനെയായിരുന്നു. 3 year മുമ്പ് 876 ആയിരുന്നു, ഇപ്പോൾ അത് 1484 ആണ്. ഇനി അത് 5 years നോക്കുകയാണെങ്കിൽ 5 years ഇവിടെ ആയിരുന്നു. 5 years മുമ്പ് 132 rupees ആയിരുന്നു, ഇപ്പോൾ അതിൻ്റെ റുപ്പീസ് ഉണ്ടാവുന്നത് 1484 ആണ്. ഇനി ഇതിൻ്റെ മാക്സിമം ഇത് നോക്കുകയാണെങ്കിലും ഇതിൻ്റെ ഗ്രാഫ് ഏകദേശം 2006 14 ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ ആസ് യൂഷ്വൽ പോകണം. ഇനി ഈ ഒരു സെക്ഷൻ മാത്രം നിങ്ങൾ നോക്കൂ. ഇവിടെ ഇതിൽ ഹൈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു 1700 1800 അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഒരുപാട് ഡൗൺ ആയി. ഇവിടെ ഡൗൺ ആയതിന് ശേഷം പിന്നെ ഇത് ഹപ്പായി. അതിന് ശേഷം ഇപ്പോൾ ഡൗൺ ആയിരുന്നതിന് ശേഷം ഇനി അപ്പ് ആവാനുള്ള സാധ്യതയും നമുക്കൊരു 20-30% കാശ് വളരെയധികം പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്നത് തന്നെയാണ്. ഓക്കെ, ഇനി ഇവരുടെ നമുക്ക് ജസ്റ്റ് ഇവർക്ക് വേണ്ട വെബ്സൈറ്റിലൊന്ന് പോയി നോക്കാം. ഓക്കെ, സ്റ്റോക്സിൻ്റെ ഇതിൻ്റെ നമ്മൾ പോയിട്ടില്ല. പിയർ കമ്പാരിസണിലെ ഒരു 6th പൊസിഷനിലുള്ള കമ്പനിയാണ് അപ്പോളോ ട്യൂബ്സ് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ റിസൾട്ട്സും സെയിൽസ് എല്ലാം നോക്കുകയാണെങ്കിൽ സെയിൽസ് എല്ലാം ഇൻക്രീസ് ആയിട്ടുണ്ട് എന്ന് തന്നെ കാണാവുന്നതാണ്. ഓക്കെ, 16,000 18,000 പോയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഹൈ ആയിട്ടുണ്ട്. ടാക്സസ് കൂടിയിട്ടുണ്ട്. ടാക്സസ് എല്ലാം അവർ പെർമനൻ്റായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ടാക്സസിനകത്തൊന്നും ഒരു ഇഷ്യൂസ് ഇല്ല. നെറ്റ് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. പിന്നെ ഇവരുടെ ബാക്കി EPS റേഷ്യോസ് എല്ലാം കൂടിയിട്ടുണ്ട്. ഡിവിഡൻഡ് പേ ഔട്ട് കൂടിയിട്ടുണ്ട്. പിന്നെ ഇനി ഇവരുടെ വെബ്സൈറ്റിലോട്ട് നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് ഇവരുടെ വെബ്സൈറ്റ് പറയുന്നത്. വെബ്സൈറ്റിൻ്റെ പ്രോമിസും മിഷൻസും വിഷൻസ് എല്ലാം നമുക്ക് നോക്കണം. ഇതാണ് അപ്പോളോ സ്റ്റീൽ പൈപ്സ് ആൻഡ് ട്യൂബ്സിൻ്റെ വെബ്സൈറ്റ്. ഇവർ ഉദ്ദേശിക്കുന്നത് വിത്ത് നെക്സ്റ്റ് ജനറേഷൻ സ്റ്റീൽ ബിൽഡിംഗ് സൊല്യൂഷൻ, ബെറ്റർ, ഫാസ്റ്റർ. ഇവരുടെ അവകാശപ്പെടുന്ന ഇന്ത്യയിലെ നമ്പർ 1 സ്ട്രക്ചർ സ്റ്റീൽ ട്യൂബ് കമ്പനിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഹെവി ആയിട്ടുള്ള ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള കമ്പനിയാണ്. ഇന്ത്യൻ മാർക്കറ്റിലെ 55% മാർക്കറ്റ് ഷെയറും അവരുടെയാണ്. അതായത് 55 സ്റ്റീൽ ക്വാണ്ടിറ്റി 100-ൽ 55 സ്റ്റീൽ ക്വാണ്ടിറ്റിയും പർച്ചേസ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അവരുടേതായിരിക്കും. ഇന്ത്യയിൽ വാങ്ങിക്കുന്നത് 55% അവരുടെയാണെന്നുള്ളതാണ്. ഇവരുടെ കപ്പിൻ്റെ കപ്പാസിറ്റി 3.6 മെട്രിക് ടണ്ണാണ്. 11 പ്ലാന്റ്സ് അവർ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ ഓൾറെഡി ഉണ്ട്. ഒരു 800 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. 2587 എംപ്ലോയീസ് ഉണ്ട്. രജിസ്റ്റേർഡ് പ്രോഡക്റ്റ് 1675 രജിസ്റ്റേർഡ് ട്രേഡ് മാർക്കുണ്ട്. ഇതൊക്കെയാണ് ഇവരുടെ പ്രോഡക്ട്സ്. സ്റ്റീൽ ട്യൂബ്സ്, സ്റ്റീൽ പിന്നെന്താ പറയുക സ്റ്റീൽ, ബാക്കിയുള്ള സ്റ്റീൽ ഇതുപോലത്തെ പ്രോഡക്ട്സ് ഒക്കെയാണ് ഇവരുടെ ഇതുള്ളത്. പിന്നെ ഇവരുടെ ജസ്റ്റ് ലാർജസ്റ്റ് മാനുഫാക്ചർ സ്ട്രക്ചർ സ്റ്റീൽ ട്യൂബ് ഇവരാണ്. ഇന്നോവേറ്റീവ് ആൻഡ് എക്സ്ക്ലൂസീവ് പ്രോഡക്റ്റ് റേഞ്ച് കൾട്ടിങ്, എഡ്ജ് ഫ്യൂറിസ്റ്റിക് ടെക്നോളജി, ലാർജസ്റ്റ് സെയിൽസ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്. ഇങ്ങനെ ഒരു ഹെവി ആയിട്ടുള്ള സ്ട്രോങ് ആയ കമ്പനിയാണ്. പക്ഷേ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ളതെന്ന് തോന്നിക്കുന്നത് ഇവർ ഹൈയിൽ വന്നതിന് ശേഷം എന്തുകൊണ്ട് ഡൗൺ ആയി. നമുക്ക് ഈ ഡൗൺ ആയ എന്നുള്ള റീസൺ എന്തുകൊണ്ടാണെന്ന് അറിയണം. ആ റീസൺസ് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നോക്കുകയാണ് ചെയ്യേണ്ടത്. സപ്പോസ് അത് സോൾവ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ അവർക്ക് ചെയ്യാവുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി YAPL അപ്പോളോ ഷെയർ ഈസ് ഫോളോയിങ്. ഓക്കെ, ഇതിൻ്റെ സെഗ്മെൻറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ അപ്പോളോ ട്യൂബ്സ് സ്ലിപ്ഡ് ആഫ്റ്റർ ദ കമ്പനി റിപ്പോർട്ടഡ് 116% നെറ്റ് പ്രോഫിറ്റ് ടു RS 170 crore in a despite an 80% increase in the revenue of 4,767 crore in
Q4 for year 2024 as compared with for year 2023. The company's sales volume increased by 4% year of year to 677,000 tons during the period under review. അത് ഇവരുടെ സെയിൽസിനകത്ത് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ ഒരു ഡൗൺ ആയിരിക്കുന്നത്. ബട്ട് അത് നമ്മൾക്ക് ഇത്ര വലിയ ഹെവിയായ ഒരു കമ്പനി ആയിരുന്ന സ്ഥിതിക്ക് അവർ ഇത്തരത്തിലുള്ള ഒരു പോർഷൻസ് അവർ ഓവർകം ചെയ്യുന്നതാണ്. ഓവർകം ചെയ്തിട്ട് തന്നെ തിരിച്ച് ഒരു നമ്മൾ പറഞ്ഞ 1800-കളിലോട്ടും 1900-കളിലോട്ടും ഇതിൻ്റെ സ്റ്റോക്ക് ഹൈ ആവുന്നതാണ്. ബൈ റേറ്റിംഗ് ആൻഡ് 4% സ്ട്രോങ് ബൈ റേറ്റ്. ഓക്കെ, ഇനി ഇതിൽ ഫ്യൂച്ചർ പ്രഡിക്ഷൻ എന്താണെന്ന് ജസ്റ്റ് നോക്കുകയാണ്. ഇതിൽ നമുക്ക് ഇതൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. പ്രൈസ് ടാർഗറ്റ് 1766 ഒക്കെയാണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇതോടുകൂടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ 3 കമ്പനികളാണ് APA ഏഷ്യൻ പെയിൻറ്റ്സ്, മാൻകൈൻഡ് ഫാർമ ആൻഡ് APL ട്യൂബ്സ്. ഓക്കെ, ഈ 3 കമ്പനികളും ഇപ്പോൾ ഡൗൺ ആയിട്ട് നമുക്ക് നല്ലൊരു അവസരത്തിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കമ്പനികളെ നമുക്ക് പർച്ചേസ് ചെയ്ത് നമുക്ക് വയ്ക്കുകയാണെങ്കിൽ സമീപഭാവിയിൽ അധികം വൈകാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു റിട്ടേൺസും മറ്റു കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 3 കമ്പനികളെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫണ്ടമെൻ്റലി ഹെവി ആയിട്ട് സ്ട്രോങ് ആണ്. അവർക്ക് സ്റ്റോക്സ് അവർ പലപ്പോഴും അവർ ഡൗൺ ആയിട്ടുണ്ടെങ്കിലും ഡൗൺ ആയത് ഓവർകം ചെയ്ത് മുന്നോട്ട് കുതിക്കാനുള്ള കഴിവുള്ള മാർക്കറ്റ് ഷെയറുള്ള പിന്നെ മാർക്കറ്റ് ക്യാപിറ്റലുള്ള കമ്പനിയാണ് എന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്.